ഇന്നത്തെ റെസിപ്പി വൈകുന്നേരം നല്ല ചൂടുള്ള ചായയുടെ കൂടെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റത്തിൻ്റെയാണ്. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്, ഉണ്ടാക്കിയെടുക്കാനും നല്ല എളുപ്പമാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു പലഹാരം തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു പലഹാരം തയ്യാറാക്കിയെടുക്കാനായിട്ട് ആദ്യം തന്നെ ഒരു പാത്രത്തിലേക്ക് 2 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. മൈദക്ക് പകരം ഗോതമ്പൊടി വെച്ചിട്ടും ഇതേ രീതിയിൽ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. ഞാനിപ്പോൾ കുറച്ച് കൂടുതൽ അളവിൽ ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് പാകത്തിന് ഒരു നുള്ള് ഉപ്പും അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നെയ്യിന് പകരമായിട്ട് 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുത്താലും മതിയാവും. കൂടെ തന്നെ ഇതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ട് നന്നായിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. മുട്ട നിർബന്ധമൊന്നുമില്ല, മുട്ടയും കൂടി ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. കൂടെ തന്നെ ഇതിലേക്ക് കുറച്ച് കറുത്ത എള്ളും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിന് പകരം കരിഞ്ജീരകം ഉണ്ടെങ്കിൽ കരിഞ്ജീരകം ചേർത്ത് കൊടുത്താലും മതിയാവും. അതും ഒരു ഫ്ലേവറിനും കാണാനൊരു ഭംഗിക്കൊക്കെ വേണ്ടിയിട്ടാണ്, അതും നിർബന്ധമൊന്നുമില്ല. അപ്പോൾ എല്ലാം കൂടെ നന്നായിട്ട് മിക്സാക്കി എടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് കുറേശ്ശെയായിട്ട് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ പൂരിക്കൊക്കെ കുഴച്ചെടുക്കുന്ന രീതിയിൽ നന്നായിട്ട് നല്ല സോഫ്റ്റായിട്ട് നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കാം. അപ്പോൾ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്, നല്ല സോഫ്റ്റായിട്ട് നന്നായിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി മുകൾ ഭാഗത്തേക്ക് കുറച്ച് ഓയിൽ സ്പ്രെഡാക്കിയിട്ട് ഇത് അടച്ച് വെച്ച് കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഞാനിപ്പോൾ ഇതുപോലെ ചെറിയ ബോൾസ് ആക്കിയിട്ട് ഒരു മീഡിയം സൈസിലുള്ള ബോൾസ് ആക്കിയിട്ടാണ് ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുന്നത്. ഇനി ഇതിലേക്കുള്ള ഫില്ലിങ്സ് റെഡിയാക്കി എടുക്കണം. എരിവുള്ള ഫില്ലിങ്സോ മധുരമുള്ളതൊക്കെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ മധുരമുള്ള നല്ലൊരു ഫില്ലിങ്ങാണ് റെഡിയാക്കി എടുക്കുന്നത്. പഴം വെച്ചിട്ടാണ് ഈ ഒരു ഫില്ലിങ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഞാനിപ്പോൾ 3 നേന്ത്രപ്പഴം ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ സ്റ്റൗവിൽ വെച്ചിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് നന്നായിട്ട് ചൂടായിട്ട് വരുന്ന സമയത്ത് ഇനി ഇതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ള ആ ഒരു നേന്ത്രപ്പഴം ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. നന്നായിട്ട് പഴുത്തിട്ടുള്ള പഴം തന്നെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ പഴമൊക്കെ കളറൊക്കെ മാറി ചെറുതായിട്ട് നന്നായിട്ട് തന്നെ വഴന്ന് കിട്ടിയാൽ ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. കൂടെ തന്നെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടെ നന്നായിട്ട് മിക്സാക്കി എടുക്കാം. മിക്സാക്കി എടുക്കുന്ന സമയത്ത് ഒന്ന് ഉടഞ്ഞ് കിട്ടിയാൽ അത് തന്നെയാണ് കേട്ടോ ഏറ്റവും നല്ലത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഫില്ലിങ്സ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു ഭാഗത്തേക്ക് മാറ്റി വെക്കാം. ചെറുതായിട്ടൊന്ന് ചൂടാറി കിട്ടിയോട്ടെ. ഇനി നേരത്തെ ബോൾസാക്കി വെച്ചിട്ടുള്ള ഓരോ ബോൾസും ഒരു പലകയിൽ കുറച്ച് മൈദപ്പൊടി തൂവിയിട്ട് അതിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. ഒരുപാട് കനം കുറച്ചിട്ട് പരത്തിയെടുക്കേണ്ട ആവശ്യമില്ല, എന്നാൽ നല്ല കട്ടിക്കും പരത്തിയെടുക്കേണ്ട ഒരു പാകം കട്ടിക്ക് വേണം പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലെ പരത്തിയെടുത്തതിന് ശേഷം ഇനി ഏതെങ്കിലും ഒരു പാത്രത്തിൻ്റെ അടുപ്പ് വെച്ചിട്ട് ഇതുപോലെ റൗണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഒരു നല്ലൊരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. ഇനി ഓരോന്നും ഇതുപോലെ വേർതിരിച്ചെടുത്തതിന് ശേഷം ഇനി ഒരു പത്തിരി എടുത്തിട്ട് അതിന് മുകളിലേക്കായിട്ട് 1 ടേബിൾ സ്പൂൺ നമ്മുടെ ഫില്ലിങ്സ് വെച്ച് കൊടുക്കാം. സെൻട്രലായിട്ട് വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിന് മുകളിലേക്കായിട്ട് വേറൊരു പത്തിരി വെച്ചിട്ട് ആദ്യം സൈഡ് ഭാഗം ഇതുപോലെ ഒന്ന് ഒട്ടിച്ച് കൊടുത്തതിന് ശേഷം കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇതുപോലെ ഫോർക്ക് വെച്ചിട്ട് ഒന്ന് ഡിസൈനാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാതും ഇതേ രീതിയിൽ ചെയ്തെടുക്കാം. പിന്നെ ഇതുപോലെ ചെയ്യുന്നതിന് പകരമായിട്ട് ഒരു പത്തിരിയുടെ സെൻട്രലായിട്ട് ഇതുപോലെ വെച്ചിട്ട് ഈ ഒരു ഷേപ്പിലും ചെയ്തെടുക്കാം കേട്ടോ. എങ്ങനെ വേണമെങ്കിലും ചെയ്തെടുക്കാം. ഇങ്ങനെയാകുമ്പോൾ പത്തിരി കുറച്ച് അളവ് മതിയാവും. അപ്പോൾ എല്ലാതും ഇതേ രീതിയിൽ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിൽ നന്നായിട്ട് ചൂടായിട്ട് വന്നാൽ അതിലേക്ക് ഓരോന്നായിട്ട് ഇട്ടിട്ട് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഒരു കുഴിയുള്ള ചീനച്ചട്ടിയിലൊക്കെ കുറച്ച് കൂടുതൽ എണ്ണ ഒഴിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിൽ ഒന്നും കൂടി എളുപ്പത്തിൽ പെട്ടെന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റുകയും ചെയ്യും. അപ്പോൾ അത്യാവശ്യം പൊങ്ങിയിട്ടുള്ള രീതിയിലാണല്ലോ, അപ്പം കുറച്ച് കൂടുതൽ എണ്ണ ഒഴിച്ചിട്ട് തന്നെ ചെയ്തെടുക്കുകയും ചെയ്യാം. ഞാനിപ്പോൾ കൂടുതൽ എണ്ണ ഒഴിച്ചിട്ടില്ല, ഒരുപാട് എണ്ണ ഒഴിക്കാതെയാണ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു ഭാഗം ആയി കഴിഞ്ഞാൽ മറിച്ചിട്ട് കൊടുക്കാം. തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് 2 ഭാഗവും കളറൊക്കെ മാറി നന്നായിട്ട് വെന്ത് മുരിഞ്ഞ് കിട്ടിയാൽ എണ്ണയിൽ നിന്ന് മാറ്റാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല സ്നാക്കാണ്. അപ്പോൾ ഇത്രയും ചെയ്തതിന് ശേഷം ഇനി ഒന്നും കൂടി ടേസ്റ്റ് ആക്കാൻ വേണമെന്നുണ്ടെങ്കിൽ ഒരു മുട്ട
കുറച്ച് പഞ്ചസാരയും ഏലക്കാപ്പൊടി ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് മിക്സാക്കി എടുത്തതിന് ശേഷം അതിൽ മുക്കിയിട്ട് നെയ്യിലൊന്ന് ഷാലോ ഫ്രൈയും കൂടെ ചെയ്തെടുക്കാം കേട്ടോ. ഒരു പ്രത്യേക ഫ്ലേവറാണ് കഴിക്കുമ്പോൾ. ഞാനിപ്പോൾ അങ്ങനെ ചെയ്തെടുത്തിട്ടില്ല, ഇങ്ങനെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. ഇനി ഒന്നും കൂടെ സൽക്കാരം പരിപാടികൾക്കൊക്കെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തെടുത്താൽ ഒന്നും കൂടി നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ബാക്കിയുള്ളതും ഇതേ രീതിയിൽ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു സ്നാക്കാണ്. ഉള്ളിലെ ഫില്ലിങ്സ് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്തെടുക്കുകയും ചെയ്യാം കേട്ടോ. എരിവാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ എരിവുള്ള ഫില്ലിങ്ങൊക്കെ വെച്ചിട്ട് ഇതുപോലെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നല്ല അടിപൊളി വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെ ടേക്ക് കെയർ. ബൈ. താങ്ക് യു.